വി ഡി സതീശൻ എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ എൻ്റെ ഒറ്റവാക്കിലുള്ള ഉത്തരം പിണറായി എങ്ങനെയായിരുന്നോ അതല്ലാതായിരിക്കണം. അല്ലെങ്കിൽ പിണറായി ചെയ്തതിന് വിരുദ്ധമായ ഒരു നയം സ്വീകരിച്ചാൽ തന്നെ ജനങ്ങൾക്ക് വലിയ ആശ്വാസം കിട്ടും. 5 ലക്ഷം കോടി കടം കിടക്കുമ്പോൾ 4000 ഖജനാവിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഈ കടം എങ്ങനെ വീട്ടണം എന്നുള്ളത് വി ഡി സതീശൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് അദ്ദേഹം മുണ്ട് മുറുക്കി കൊടുത്തുകൊണ്ട് കാര്യമില്ല. 5 വർഷത്തേക്ക് മൊറട്ടോറിയം സമരത്തിന് ഒരു സർക്കാർ ജീവനക്കാരന് സമരം ചെയ്യാൻ പാടില്ല. പക്ഷേ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കണ്ട് അവരുടെ ഗ്രീവൻസുകൾ അപ്പോഴപ്പോഴും പറയുക, ന്യായമായത് മന്ത്രിയും മുഖ്യമന്ത്രിയും സാധിച്ചു കൊടുക്കുക. പോലീസ് ഫോഴ്സിലെ രാഷ്ട്രീയം, ട്രേഡ് യൂണിയനിസം അവസാനിപ്പിക്കണം. ഇത് കേന്ദ്ര ഗവൺമെന്റ് സർക്കാർ നിർദ്ദേശമുണ്ട്. ഈ ചുമട്ടുതൊഴിലാളി നിയമത്തിന് പറഞ്ഞിട്ടുണ്ട്, അതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. നിങ്ങൾ അങ്ങോട്ട് ചെന്ന് സേവനം ആവശ്യപ്പെടരുത്. പൊങ്ങയ്ക്ക് പിടിച്ച് സേവനം വാങ്ങിക്കുന്ന ഏക തൊഴിൽ കേരളത്തിലെ ചുമട്ടുതൊഴിലാളി മാത്രമാണ്. അതെ, അത് അവസാനിപ്പിക്കാൻ വി ഡി സതീശന് കഴിയുമോ? നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. 10 വർഷത്തെ LDF ഭരണത്തിന് ശേഷം UDF-ലേക്ക് ഭരണം മാറിയിരിക്കുകയാണ്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കും. ഈ വിഷയം, അതായത് വി ഡി സതീശൻ ഏത് തരത്തിലായിരിക്കും ഭരണയന്ത്രം തിരിക്കുക, ഏത് തരത്തിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോയാൽ ഒരു ഭരണ തുടർച്ച സ്വന്തമാക്കാം, ഈ വിഷയത്തെ ആധാരമാക്കി നമ്മൾ 2 എപ്പിസോഡുകളിലായി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭരണം, അതുപോലെ തന്നെ നയം, നീതിന്യായം, ഈ വിഷയങ്ങൾ നമ്മളൊന്ന് ചർച്ച ചെയ്യുകയാണ്. ഏത് തരത്തിലായിരിക്കും ഭരണം പോകുക, നയം എന്തായിരിക്കും സ്വീകരിക്കുക, ജനങ്ങൾക്ക് നീതി ലഭിക്കുമോ? നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. വി ഡി സതീശൻ നയങ്ങളുടെ രാജകുമാരൻ എന്ന് എല്ലാവരും ഒരേപോലെ പറയുന്നു. അദ്ദേഹം ഏത് തരത്തിലുള്ള നയമായിരിക്കും ഭരണത്തിൽ സ്വീകരിക്കുക, അതിനോടൊപ്പം തന്നെ ഏത് വിധം ഭരണയന്ത്രം അദ്ദേഹം തിരിക്കും, മറ്റൊന്ന് ജനങ്ങൾക്ക് നീതി ലഭിക്കുമോ? കാരണം പല വിഷയങ്ങളിലും ജനങ്ങൾക്ക് നീതി ലഭിക്കേണ്ടതുണ്ട് എന്നൊരു തോന്നൽ പൊതുസമൂഹത്തിനുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭരണത്തിൽ തുടങ്ങാം. ഏത് വിധത്തിലായിരിക്കും വി ഡി സതീശൻ ഭരണം മുന്നോട്ട് കൊണ്ടുപോവുക? താങ്കൾ പറഞ്ഞ പോലെ വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ നിലപാടുകളുടെ രാജകുമാരൻ എന്നുകൂടിയുണ്ട്. അദ്ദേഹം പല നിലപാടുകളും ശക്തമായി എടുത്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ചില നിലപാടുകളെക്കുറിച്ച് പലർക്കും സംശയവും ഉണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഭരണത്തിൽ, അല്ലെങ്കിൽ നയത്തിൽ, അല്ലെങ്കിൽ നീതിന്യായത്തിൽ ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ എന്ന് പറയുന്നതാണ് 102 സീറ്റ്. കേരളത്തിൽ ഇന്നേ വരെ ഒരു കോൺഗ്രസ് സർക്കാരിനും ഇതുപോലൊരു സീറ്റ് കൊടുത്തിട്ടില്ല. 77 കൊടുത്തത് സി അച്യുതമേനോന് കൊടുത്ത ഒരു വോട്ടാണ്. അത് കോൺഗ്രസ്സുകാർ കൊടുത്തതല്ല. കോൺഗ്രസ്സുകാർക്ക് കൊടുത്തത് AK ആന്റണിക്ക് 100 സീറ്റ് എന്നുള്ള 2001 വിധിയാണ്. അതിനുശേഷം ഇപ്പോൾ 2026 102 സീറ്റ് എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചാൽ അത് താങ്കൾ പറഞ്ഞ പോലെ മികച്ച ഭരണം, മികച്ച നയം, മികച്ച നീതിന്യായം. അപ്പോൾ വി ഡി സതീശൻ എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ എൻ്റെ ഒറ്റവാക്കിലുള്ള ഉത്തരം പിണറായി എങ്ങനെയായിരുന്നോ അതല്ലാതായിരിക്കണം. അല്ലെങ്കിൽ പിണറായി ചെയ്തതിന് വിരുദ്ധമായ ഒരു നയം സ്വീകരിച്ചാൽ തന്നെ ജനങ്ങൾക്ക് വലിയ ആശ്വാസം കിട്ടും എന്നുള്ളതാണ്. പക്ഷേ ഇടതുപക്ഷം വാദിക്കുന്നത് പിണറായി വിജയന് കീഴിൽ കേരളം വലിയ രീതിയിൽ വികസിച്ചു, നിക്ഷേപം കൊണ്ടുവന്നു, വികസനത്തിന്റെ വക്താവാണ് പിണറായി വിജയൻ എന്നുള്ളതാണ്. ഇത് പണ്ട് റഷ്യയിൽ സ്റ്റാലിൻ പറഞ്ഞിരുന്നതാണ്. സ്റ്റാലിൻ ഇങ്ങനെയായിരുന്നു, റഷ്യയിൽ വലിയ ഹൈവേകൾ, ഗംഭീര നാഷണൽ ഹൈവേകൾ തുടങ്ങി പല ടാഞ്ചിബിൾ ആയിട്ടുള്ള കുറേ ഡെവലപ്മെൻറ്റുകൾ കാണിച്ചു. എന്നിട്ട് ഞാൻ ഈ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും ശക്തനായ നേതാവാണെന്ന് പറഞ്ഞു. പക്ഷേ ജനങ്ങളെ അടിച്ചമർത്തി ഇടിച്ചൊതുക്കി അദ്ദേഹം പാർട്ടിയിലാക്കിയെന്ന് മാത്രമല്ല, സ്വന്തം പാർട്ടി പ്രവർത്തകരെ, അത് വളരെ പ്രസിദ്ധമായൊരു ട്രൂസ്കിയുടെ ഒരു ഇതുണ്ടല്ലോ, താങ്കൾ എന്തുകൊണ്ട് അന്ന് ചോദിച്ചില്ല എന്ന് മറ്റു രണ്ടാമത് ചോദിക്കുമ്പം പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, ആരാന്ന് സംസാരിച്ചതെന്ന് ചോദിച്ചപ്പം മിണ്ടാട്ടമില്ല. അപ്പം ഇതുകൊണ്ടാണ് ഞാൻ സ്റ്റാലിൻ അന്ന് എന്നെ എതിർക്കാതിരുന്നതെന്ന് പറഞ്ഞ പോലെ അദ്ദേഹം അടിച്ചമർത്തിയാണ് പാർട്ടി പ്രവർത്തകരെ വെച്ചിരുന്നത്. പാർട്ടിക്കാരെയും പാർട്ടി നേതാക്കളെയും അടിച്ചൊതുക്കി വെച്ചിരുന്നു. പക്ഷേ വലിയ ചില വികസനങ്ങൾ കാണിച്ചു. ആ വികസനങ്ങൾ കൊണ്ട് ജനങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ചരിത്രം പിന്നീട് ഗോർബച്ചോവിൽ പോയി നിൽക്കുമ്പോൾ കാണിക്കുന്നത്. ഇടിച്ചു നിരത്തലിൻ്റെ ഒരു കമ്മ്യൂണിസം അവിടെ വന്നു. ഇന്ന് കേരളത്തിൽ ഏതാണ്ട് അതേ പരുവത്തിലേക്ക്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങ് പറഞ്ഞത് പിണറായി വിജയന്റെ വിപരീത രീതിയായിരിക്കണം സ്വീകരിക്കുക. എന്തുകൊണ്ടെന്നാൽ താങ്കൾ പറഞ്ഞ ഭരണം
ചില വ്യക്തികളുടെ കയ്യിലിരിക്കാൻ പാടില്ല, ഉം. താല്പര്യക്കാരുടെ കയ്യിലിരിക്കാൻ പാടില്ല, പാർട്ടിക്കാരുടെ കയ്യിലിരിക്കാൻ പാടില്ല, സ്വജനപക്ഷക്കാരുടെ കയ്യിലിരിക്കാൻ പാടില്ല. ഇതാണ് ഒന്നാമത്തെ പിണറായി തിരുത്തൽ ആഗ്രഹിക്കുന്ന വി ഡി സതീശൻ ചെയ്യേണ്ടത്. ഞാൻ അതിന് പറയുക ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒരു കാര്യം, അതിന് അദ്ദേഹം കണ്ടുപിടിക്കേണ്ടത് സി അച്യുതമേനോനെയാണ്. താങ്കൾ പറഞ്ഞ പോലെ എന്തുകൊണ്ട് 121 സീറ്റ് അദ്ദേഹത്തിന് അന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒന്ന് മാത്രമാണ്, അദ്ദേഹത്തിൻ്റെ ഭരണ മികവായിരുന്നു. ആ ഭരണ മികവിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയും കാണിച്ചിട്ടില്ല. അടിയന്തരാവസ്ഥയുടെ ഒരു ദ്രോഹവും ഈ കേരളത്തിൽ വരാതിരിക്കാൻ അച്യുതമേനോൻ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ തൊഴിലാളികളുടെ വിരുദ്ധമായ എല്ലാ തൊഴിലാളികൾ നടത്തുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ മുഴുവൻ അവസാനിപ്പിക്കാൻ അദ്ദേഹം മുൻകൈ എടുത്ത തൊഴിലാളി നേതാവാണ്. തൊഴിലാളികൾ നടത്തുന്ന മോശപ്പെട്ട രീതിയിൽ, അതായത് സർക്കാരിന് ശമ്പളം വാങ്ങിച്ചുകൊണ്ട് സമരം ചെയ്യുന്നത് അവസാനിപ്പിച്ച് ഡൈസനോൺ അദ്ദേഹം കൊണ്ടുവന്നു. എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ചോദിച്ചു, താങ്കൾ എന്താണ്, താങ്കൾ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, താങ്കൾ അധികാരത്തിലിരിക്കുമ്പോൾ പിന്നെ തൊഴിലാളിക്ക് വേതനം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ കമ്മ്യൂണിസ്റ്റ് നേതാവല്ല, ഇപ്പം ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കമ്മ്യൂണിസ്റ്റ് നേതാവ് പാർട്ടി ഓഫീസ് വരുമ്പോൾ, അതെ, ഇപ്പൊ ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഇതുപോലെ പറയാൻ വി ഡി സതീശൻ നിലപാടുകളുടെ രാജകുമാരനായി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹത്തിന് വലിയ ഭരണമാറ്റങ്ങൾ ഉണ്ടാക്കാൻ കൊണ്ടുവരാൻ സാധിക്കും. അതിന് ഒപ്പം തന്നെ നമുക്ക് നോക്കുമ്പോൾ ഒട്ടേറെ വെല്ലുവിളികളുണ്ട്. ഈ ഭരണയന്ത്രം തിരിക്കുന്നതിന് പണം വേണം. ധനനയം വളരെ സുപ്രധാനമായിരിക്കും. തീർച്ചയായിട്ടും അല്ലേ? ധനനയമാണ് ഏറ്റവും വലിയ നയമായിട്ട് വരാൻ പറ്റുന്നത്. അതായത് പൂച്ചപെറ്റ് കിടക്കുന്ന ഖജനാവിൽ പണം കായ്ക്കുന്ന ഒരു പത്തായമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിയും? ഈ ചേഞ്ചാണ്. പൂച്ചപെറ്റ് കിടക്കുന്നിടത്ത് പണം നിറയുന്ന ഒരു ഖജനാവ് നമുക്ക് കാണാൻ കഴിയണം. ഒരുപാട് അമിത വ്യയമുണ്ട്, ഒരുപാട് അമിത ചെലവുകൾ ഉണ്ട് ഈ കഷ്ടപ്പാടിനിടയിലും. അത് ശ്രദ്ധേയമായിരുന്നു ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞതാണ്. അപ്പോൾ ഈ ധൂർത്ത് ഒഴിവാക്കുക, അല്ലേ? ഈ സർക്കാർ ബാക്കിയുള്ളവരോട് പറയുകയാണെങ്കിൽ നിങ്ങൾ മുണ്ടുമുറുക്കി കൊടുക്കണം, പക്ഷേ ഞങ്ങൾ മുണ്ടുമുറുക്കി കൊടുക്കില്ല, ഞങ്ങളുടേതായ രീതിയിൽ മുന്നോട്ട് പോകും, ഞങ്ങൾക്ക് ആർഭാടം കുറച്ചൊക്കെ വേണം, അല്ലെങ്കിൽ ഞങ്ങൾ മുന്തിയ നിലവാരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ, അപ്പോൾ അത് പാടില്ല എന്നും ചുരുക്കം, അല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ അതിനുള്ള ഒരു നല്ല ലക്ഷണം കണ്ടു തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ ഒരുപാട് വണ്ടികളുടെ അകമ്പടിയൊന്നും വേണ്ട, അകമ്പടി വാഹനങ്ങളൊക്കെ ഒഴിവാക്കി പൈലറ്റും മറ്റ് 2 വണ്ടി മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ, പക്ഷേ അത് മാത്രം ഒതുങ്ങരുത്, അതെ, പുതിയ വണ്ടി വേണ്ട എന്നും പറഞ്ഞു. പുതിയ വണ്ടി വേണ്ട എന്നതിനുപരി പുതിയതായി പലതും കൊണ്ടുവരുന്നതിന് ഉപരി അദ്ദേഹം നിലവിലുള്ള ഒരുപാട് ചോർച്ചകളുണ്ട്, ഖജനാവിലെ ചോർച്ചകൾ, അത് ബോധപൂർവം പിണറായി സർക്കാർ വരുത്തിയ ചോർച്ചകൾ ഒത്തിരിയുണ്ട്. ആ ചോർച്ചകൾ ആദ്യം അടയ്ക്കണം എന്നുള്ളതാണ്. കറക്റ്റ്. അതിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ്. ആദ്യം ഈ ഖജനാവ് കാലിയായതിൻ്റെ ഒരു കാരണം പലയിടത്തും ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ദ്വാരങ്ങളെല്ലാം ആദ്യം അദ്ദേഹം അടയ്ക്കണം. അപ്പം തന്നെ കുറേ ഖജനാവിനകത്ത് വീഴുന്ന കാശ് അവിടെ കിടക്കും. ഇപ്പോൾ പാർട്ടിക്കാരും മറ്റ് പലരും ചേർന്ന് കൊണ്ടുപോകുന്ന അത്തരം പണം മുഴുവൻ അതിനകത്ത് ശേഖരിക്കാൻ അദ്ദേഹത്തിന് കഴിയണം. അതെ. അതിന് ഒന്നാമതായിട്ട് അദ്ദേഹം ചെയ്യേണ്ടത് ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒരു വിപത്തെന്ന് പറഞ്ഞാൽ സർക്കാരിനെതിരെ അനാവശ്യ സമരങ്ങൾ നിരവധി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം അദ്ദേഹം ഒരു ധവളപത്രം പുറത്തിറക്കണം. ഇന്നലെ വരെയുള്ള ഖജനാവ് എന്തായിരുന്നു? പിണറായി പറയുന്ന ഖജനാവാണോ ഇപ്പോഴുള്ള ഖജനാവ്? 5 ലക്ഷം കോടിയോളം കടമുള്ള ഈ ഖജനാവിൽ 4000 കോടി ബാക്കി വെച്ചിട്ടാണ് ഞാൻ പോയിരിക്കുന്നതെന്ന് ഇന്നലെ ബാലഗോപാൽ പറയുമ്പോൾ അതിലെത്ര സത്യമുണ്ട്? അങ്ങനെ അതിൽ സത്യമുണ്ടെങ്കിൽ തന്നെ അതിലെത്ര മിഥ്യയുണ്ട് എന്നും പറയണം. കാരണം 5 ലക്ഷം കോടി കടം കിടക്കുമ്പോൾ 4000 ഖജനാവിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഈ കടം എങ്ങനെ വീട്ടണം എന്നുള്ളത് വി ഡി സതീശന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് അദ്ദേഹം മുറുക്കി കൊടുത്തുകൊണ്ട് കാര്യമില്ല. ഞാൻ പറയുന്നത്, വി ഡി സതീശന് 4 പോലീസുകാരുടെ അകമ്പടി, 4 പോലീസുകാരുടെ പരിചരണം എന്ന് പറയുന്നത് 8 ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കേരള മുഖ്യമന്ത്രിക്ക് അതൊക്കെ വേണം. കേരള മുഖ്യമന്ത്രിയുടെ കസേരയിൽ പൊട്ടം കയറിയിരിക്കുന്ന ഒരു സംസ്ഥാനമാണിത്. ആളൊഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ തോളിക്കൈയിടാൻ പറ്റുമെങ്കിൽ തോളിക്കൈയിടാൻ ശ്രമിക്കുന്ന ചിലരുള്ള ഒരു നാടാണിത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു സംരക്ഷണം വേണം. പക്ഷേ അതിലല്ല അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത്. മറിച്ച് അവിടെ ഈ ഖജനാവ് ചോരുന്ന വലിയ വലിയ പഴുതുകളുണ്ട്. ആ പഴുതുകൾ അടയ്ക്കുക. ആദ്യം തുടങ്ങേണ്ടത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് തുടങ്ങണം. പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ, പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുന്നത് 30 പേരൊക്കെയാണ് മിനിമം സർക്കാർ തന്നെ അനുവദിച്ചിരിക്കുന്നത്. അതൊന്നും പാടില്ല. അതിൽ കഴിയുന്നത്ര കുറച്ചിട്ട് സർക്കാർ ജീവനക്കാരിൽ ഉള്ളവരിൽ തന്നെ കൂടുതൽ എടുക്കാമല്ലോ. 5 ലക്ഷം സർക്കാർ കൊടുത്താൽ മതിയല്ലോ.
ഇങ്ങോട്ട് മാറ്റി കൊടുത്താൽ അതിൽ മതിയല്ലോ. എഫിഷ്യന്റ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട്. ഉം. ഇപ്പം സർക്കാർ ജീവനക്കാരെ എടുക്കുന്നത് യൂണിയൻ നേതാവാണെങ്കിലാണ് സർക്കാർ ജീവനക്കാർ. അത് മാറ്റിയിട്ട് ഇപ്പൊ എന്നിട്ട് യൂണിയൻ നേതാവ് എടുത്തിട്ട് യൂണിയൻ നേതാവ് ഒരു ലിസ്റ്റ് കൊടുക്കും, ഇവരെ മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യുക, അതെ. ഇവരെ മുഴുവൻ പ്രൊമോട്ട് ചെയ്യുക. അതായത് എന്റെ യൂണിയനിൽപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിയുടെ യൂണിയനിൽപ്പെട്ടതാണ്, ഇവരെ മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യണം, ഇവരെ മുഴുവൻ പ്രൊമോട്ട് ചെയ്യണം. ഇനി ജാതി മത സംഘടനകൾ വന്നു കഴിഞ്ഞാൽ അവര് പറയുന്നത് അവരുടെ ഈ ഒരു list ഉണ്ട്. ജാതിയിലുള്ളവരുടെ മുഴുവൻ അവരുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. അവസാനം നമ്മുടെ സമുദായത്തിന്റെ പേര് വരുന്ന എല്ലാത്തിനെയും ട്രാൻസ്ഫർ ചെയ്യണം, എല്ലാത്തിനെയും ഇഷ്ടമുള്ള സ്ഥലത്ത് കൊടുക്കണം, ബാക്കിയുള്ളതിനെ എല്ലാം ട്രാൻസ്ഫർ ചെയ്യണം. ഈ നയം സർക്കാരിൽ പാടില്ല. ഉം. അതിന് പകരം അദ്ദേഹം മിനിമം പേഴ്സണൽ സ്റ്റാഫിൽ തുടങ്ങണം. ഉം. ആ പേഴ്സണൽ സ്റ്റാഫിന്റെ മിതത്വം പിന്നീട് സെക്രട്ടേറിയറ്റിലും ഉണ്ടാവണം, ഭരണ തലത്തിൽ മൊത്തം ഉണ്ടാകണം. എന്ന് ഞാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഓഫീസ് വളരെ ആ ഓഫീസിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാമോ? അദ്ദേഹം വരുത്തിയതല്ല, കുറെ നാളായിട്ട് ഇ കെ നായനാർ ചെയ്ത ഒരു വലിയ അബദ്ധമുണ്ട്. അതായത് 2 വർഷവും 1 മാസവും അല്ലെങ്കിൽ 1 ദിവസവും കഴിഞ്ഞാൽ ആ പേഴ്സണൽ സ്റ്റാഫിന് ആജീവനാന്തം പെൻഷൻ. 18 വയസ്സിൽ ഒരാൾ കയറുന്നു, അങ്ങനെ കയറിയവരുണ്ടെന്നേ. ഉം. പല മന്ത്രിമാരുടെയും ബന്ധുക്കളെ അങ്ങനെ കയറ്റിയിട്ടുണ്ട്. 18 വയസ്സാകുമ്പോൾ അയാളെ പിടിച്ച് പേഴ്സണൽ സ്റ്റാഫിൽ എടുക്കും. 20 വയസ്സും 1 ദിവസവും ആകുമ്പോൾ അയാൾക്ക് 100 വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ 100 വയസ്സ് വരെ പെൻഷൻ കിട്ടുന്ന ഒരു സംവിധാനം. അതായത് ഇവൻ 2 വർഷവും 1 മാസവും വർക്ക് ചെയ്തതിന് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഇവന് ഉണ്ണാൻ പൈസ കൊടുക്കണമെന്ന്. ഇത് എവിടുത്തെ ന്യായമാണ്? ഇതാദ്യം പൊളിച്ചു കളയണം. മിനിമം പെൻഷൻ കൊടുക്കുന്നതിന് എനിക്ക് എതിർപ്പൊന്നുമില്ല. മിനിമം സർക്കാർ ജീവനക്കാരന്റെ സർവീസ് പീരീഡ് ഉണ്ടായിരിക്കണം. ഇപ്പൊ 10 വർഷമാണ് സർക്കാർ ജീവനക്കാർ പറഞ്ഞത്. 2 മന്ത്രിസഭയുടെ പീരീഡ്. 2 മന്ത്രിസഭയിലെങ്കിലും പ്രവർത്തിച്ച ഒരാൾക്കേ പെൻഷൻ കൊടുക്കാവൂ. ഒന്ന്. രണ്ടാമത്തേത്, ഈ പെൻഷൻ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്നത് പോലെ 60 വയസ്സ് കഴിഞ്ഞ് കൊടുക്കാവൂ. 60 വയസ്സിന് മുമ്പ് പെൻഷൻ കൊടുക്കുന്നതിന് അയാൾ ജീവിക്കട്ടെ, അയാൾ തൊഴിലെടുത്ത് ജീവിക്കട്ടെ. 60ാമത്തെ വയസ്സിൽ അയാൾ ഇപ്പം ചെയ്തതിൻ്റെ 5 വർഷമോ 10 വർഷമോ സർവീസ് ചെയ്തതിൻ്റെ പെൻഷൻ കൊടുത്തോട്ടെ. 10 വർഷമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. 10 വർഷം 2 ടേമിൽ ഒരു മന്ത്രിസഭയിൽ അല്ലെങ്കിൽ ഒരു സ്പീക്കറുടെ പേഴ്സണൽ സ്റ്റാഫിലോ ചീഫ് വിപ്പിന്റെ പേഴ്സണൽ സ്റ്റാഫിലോ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലോ ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് പെൻഷൻ കൊടുക്കട്ടെ. 10 വർഷം അയാൾ ചെലവഴിച്ചതാണ്. പിന്നെ അതിന് പെൻഷൻ കൊടുക്കുന്നതിന് അന്ന് മുതലല്ല കൊടുക്കേണ്ടത്. 60 വയസ്സായ അയാൾക്ക് പെൻഷൻ കൊടുക്കാവൂ. 60 വയസ്സാകുന്ന അന്ന് മുതൽ മരണം വരെ അയാൾക്ക് പെൻഷൻ കൊടുക്കട്ടെ. സർക്കാർ ജീവനക്കാരൻ്റെ ആനുകൂല്യം കൊടുത്തോട്ടെ. കാരണം എന്തറിയാമോ, 30 പേരെന്ന് പറഞ്ഞാൽ 21 മന്ത്രിമാർക്ക് ഏകദേശം 630 പേര്. ഇത് 2.5 വർഷം വീതമായിട്ട് ഭാഗിച്ചാൽ പോലും 1260 പേര്. ഒരു 2 മന്ത്രിസഭയുടെ പീരീഡ് ആകുമ്പോൾ 10 വർഷമാകുമ്പോൾ 12,600 പേർക്ക് ഈ കേരള ഖജനാവിലെ പണം എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആജീവനാന്തം. അതെന്തൊരു ക്രൂരകൃത്യമാണ്. ആദ്യം അത് അദ്ദേഹം നിർത്തലാക്കാൻ ശ്രമിക്കട്ടെ. അത് CH ചിദംബരന്റെ ചില ചുവടുവയ്പ്പുകൾ പോലെ ചെയ്യേണ്ടത് ഒരു കാര്യം. അതെ, വളരെ ശക്തമായിട്ട് എടുക്കേണ്ടതാണ്. രണ്ടാമത്തേത്, സമരങ്ങൾ ഇനി ഇഷ്ടം പോലെ വരും. സർക്കാർ ജീവനക്കാർ ഇത്രയും നാളും DA ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു സമരമില്ല. ഇനി നാളെ മുതൽ സമരം തുടങ്ങും. സർക്കാർ ഓഫീസുകളിൽ സമരം. ആദ്യം ധവളപത്രം ഇറക്കുമ്പോൾ ഇതെല്ലാം പറയണം. ഇവിടെ ഈ അവസ്ഥയാണുള്ളത്. സർക്കാർ ജീവനക്കാരന് ശമ്പളം കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് മുണ്ട് മുറുക്കി കൊടുക്കുന്നത് ഞാൻ മാത്രം പോരാ, 5.5 ലക്ഷം സർക്കാർ ജീവനക്കാരും മുണ്ട് മുറുക്കി കൊടുക്കണം. അതിനാദ്യം തീരുമാനം എടുക്കണം. അതിനായിട്ട് അദ്ദേഹം ചെയ്യേണ്ടത് 5 വർഷത്തേക്ക് മൊറട്ടോറിയം സമരത്തിന്. ഒരു സർക്കാർ ജീവനക്കാരന് സമരം ചെയ്യാൻ പാടില്ല. പക്ഷേ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കണ്ട് അവരുടെ ഗ്രീവൻസുകൾ അപ്പോഴപ്പോഴും പറയുക, ന്യായമായത് മന്ത്രിയും മുഖ്യമന്ത്രിയും സാധിച്ചു കൊടുക്കുക എന്നൊരു നയം അദ്ദേഹം സ്വീകരിക്കണം. അതിന് പുറമെ വെളിയിൽ ഇതുപോലെ തന്നെ വരാം. ഇപ്പം തന്നെ KSRTC മന്ത്രി രൂപീകരിച്ചില്ല, അതിന് മുമ്പേ KSRTCക്ക് സ്ത്രീകൾക്ക് സീറ്റിൽ കൺസെഷൻ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം വന്നു. ആ സമരം ആഭാസ സമരമാണ്. അത് ആര് നടത്തിയാലും BJPയുടെ യുവമോർച്ച വനിതാ മോർച്ച നടത്തിയാലും അത് തെറ്റാണ്. അതുപോലത്തെ തെറ്റായ സമരങ്ങൾ. കാരണം ഒരു സർക്കാർ അധികാരത്തിൽ സർക്കാരിന്റെ നാഥൻ പോലും ആയില്ല, അവിടെ മുഖ്യമന്ത്രി പോലും സത്യപ്പെടുന്നില്ല. അതിന് മുമ്പേ സമരം നടത്തുന്ന രീതി പാടില്ല, തെറ്റാണ്. അത് ജനവികാരം എതിരാക്കുന്ന ഒരു നടപടി കൂടിയാണ്. തീർച്ചയായിട്ടും ഇത് മാർക്സിസ്റ്റ് ലൈനാണ്. ഈ ലൈൻ ഏത് രാഷ്ട്രീയ പാർട്ടി പിന്തുടരുന്നോ അവന്റെ അവസ്ഥ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥയിൽ. അവരുടെ നേതാവാണ് ആ പാർട്ടിയുടെ നേതാവാണ് പറയേണ്ടത് ഇത്തരത്തിലുള്ള സമരങ്ങൾ പാടില്ല, ഇത് തെറ്റാണ് എന്ന് പറയുന്ന നയം വേണം. ഇത് ചിലപ്പം മാർക്സിസ്റ്റ് പാർട്ടി നയം എടുത്തിരിക്കണമെന്ന് വിചാരമില്ല. അവർ ചിലപ്പോൾ കാത്തിരുന്ന് തക്കം പാർത്ത് ശക്തമായ സമരം മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയേക്കാം, പോഷക സംഘടനകൾ നടത്തിയേക്കാം, ഡിഫി നടത്തിയേക്കാം, SFI നടത്തിയേക്കാം. അതിനെ ശക്തമായി നേരിടാൻ
ഈ മന്ത്രിസഭയ്ക്ക് കഴിയണം. കഴിയണം. അതിന് ഒറ്റ നയം ചേർത്താൽ മതി. അതിന് പിണറായിയെ കോപ്പി അടിക്കണം. പിണറായി സമരങ്ങളെ അടിച്ചൊതുക്കാൻ എന്ത് നയം എടുത്തിട്ടുണ്ടോ ആ നയം തിരിച്ച് ചെടിച്ചട്ടി വെച്ച് അടിക്കുന്നതല്ല ഞാൻ പറഞ്ഞേ. പക്ഷേ പൊതുമുതൽ നശിപ്പിച്ചാൽ തീർച്ചയായിട്ടും അയാൾക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിന് കേസെടുക്കണം, ആ പൈസ തിരിച്ചു വാങ്ങിക്കണം. ഒരാളെ വധശ്രമത്തിന് ശ്രമിച്ചാൽ ഇപ്പോൾ പിന്നെ കളക്ടറെയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഡയറക്ടറെയോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെയോ വധിക്കാൻ ശ്രമിക്കുന്ന വിധത്തിൽ ചെന്ന് കരാവോ ചെയ്യുകയും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിയും വധശ്രമത്തിന് തന്നെ കേസെടുക്കണം. അപ്പം സംഗതി ഒതുങ്ങും. 10 കേസ് അങ്ങനെ വരുമ്പോൾ ഒതുങ്ങും. ഇതാണ് പിണറായിയുടെ സമരത്തിനെതിരെ എടുത്ത നയം. ഇത് മാത്രമല്ല, അദ്ദേഹം അടിച്ചൊതുക്കുന്ന നയം കൊണ്ട് അത് വേണ്ട. അതൊഴിച്ച് ബാക്കിയുള്ളത് ചെയ്താൽ തന്നെ ഒരു അന്തരീക്ഷം ആദ്യം ക്ലീൻ ആവും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ചുമട്ടു തൊഴിലാളി നയം മാറ്റിയില്ലെങ്കിൽ കേരളം ഒരിക്കലും വ്യവസായ സൗഹൃദമാവില്ല. കാരണം അത് രൂപീകരിച്ച സമയത്ത് അല്ലെങ്കിൽ പണ്ട് അത്തരത്തിൽ സമാനമായി തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഒരു നിലപാടുണ്ടായിരുന്നു പലർക്കും. പക്ഷേ 100 രൂപ പോലും വേതനം കിട്ടാതെ വളരെ കഷ്ടപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്ന് ഒരു സാധനം താഴെ ഇറക്കി വെക്കുന്നത് 10% ആണ്. അത് വളരെ വലിയ ചൂഷണമാണ്. എന്ന് വെച്ചാൽ ഒരു മുതലാളിക്ക് കിട്ടില്ലെന്നേ. ഒരു ഹോളോ ബ്രിക്സ് ഉണ്ടാക്കുന്ന ഒരു മുതലാളി, അയാള് 40 രൂപയ്ക്കാണ് ഹോളോ ബ്രിക്സ് വിൽക്കുന്നതെങ്കിൽ ഇത് ഇങ്ങനെ താഴെ ഇറക്കി വെക്കുന്ന ആളിന് 3 രൂപ കിട്ടുന്നത്. ഏകദേശം 10% അയാൾക്ക് ഒന്ന് ഇങ്ങനെ താഴെ 1 മിനിറ്റ് കൊണ്ട്. ഇത് ഉണ്ടാക്കുന്ന ആളിന് ആഴ്ചകളും മാസങ്ങളും എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കി വിറ്റ് വേറെ സ്ഥലത്ത് ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ട് എത്തിക്കുന്നത്. ഈ ഒരു അനീതി പാടില്ല. അത് പൂർണ്ണമായും അവസാനിപ്പിക്കും. എന്നോട് ഒരാൾ പറയായിരുന്നു, 2 ലക്ഷം രൂപയ്ക്ക് ടൈൽസ് നമ്മുടെ തമിഴ്നാട് ബോർഡറിൽ പോയി എടുത്തു. അവിടെ ഇത് കയറ്റിയതിന് കൂലി 4500 രൂപ. തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ അതിന്റെ കൂലി 22,000 രൂപ. എത്ര അന്തരം നോക്ക്. നമ്മുടെ ബോർഡറിലാണ്. ഇവൻ തമിഴ്നാട് പോലും അല്ല, കേരള ബോർഡറാണ്, തമിഴ്നാടിന് തൊട്ടടുത്ത്. അവിടെ കൂലി 4,500 രൂപ കയറ്റുക എന്ന് പറഞ്ഞാൽ ആയാസകരമായ ജോലിയാണ്. ഇത് ഗോഡൌണിൽ നിന്ന് എടുത്ത് മുകളിൽ കയറ്റി വെക്കുന്നതിനാണ് കൊടുക്കുന്നത്. ഇത് ഇറക്കി താഴെ തറയെ വെക്കുന്നതിന് 22,000 രൂപ എന്ന് പറഞ്ഞാൽ അതിൻ്റെ 10%. 2 ലക്ഷം രൂപയുടെ സാധനം വാങ്ങിച്ചപ്പോൾ നിയർലി 10%. ഈ ടൈൽ ഉണ്ടാക്കിയ നോർത്ത് ഇന്ത്യയിലെ മുതലാളിക്ക് കിട്ടൂല ഈ പൈസ. അത്രയും തൊഴിലാളി വാങ്ങിക്കുന്ന ഒരു നയം. ഇത് ഒരു വ്യവസായം തുടരാൻ സമ്മതിക്കില്ല. ഇതെന്തുകൊണ്ടെന്ന് അറിയാമോ? ഇങ്ങനെ 5 മിനിറ്റ് കൊണ്ട് 5,000 ഉണ്ടാക്കുന്ന ഒരു തൊഴിലാളി വർഗം വരുമ്പം ബാക്കിയുള്ളവരും ഇതേ വേതനം ചോദിക്കും. ആശാരിയും മൂശാരിയും കൊല്ലനും എല്ലാം ഇതേ വേതനം ചോദിക്കും. കാരണം അയാൾക്ക് 5,000 5 മിനിറ്റ് കൊണ്ട് കൊടുക്കാം. എനിക്ക് ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്താൽ 1,500 2,000 തന്നുകൂടെയും ചോദിക്കും. ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് വ്യവസായ സൗഹൃദമാക്കാൻ കഴിയില്ല. വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. എൻ്റെ ഒരു അഭിപ്രായമാണ്, ഈ റിട്ടയർ ആകുന്ന IAS ഉദ്യോഗസ്ഥരെ, IPS ഉദ്യോഗസ്ഥരെ ഉന്നത സ്ഥാനങ്ങളിൽ വീണ്ടും നിയമിക്കുന്നത് അവസാനിപ്പിക്കേണ്ടത് തന്നെയല്ലേ? കാരണം അവർക്ക് ഇതുവരെ ലഭിക്കുന്ന ശമ്പളം, അതിൻ്റെ പുറമേയുള്ള മറ്റ് ആനുകൂല്യങ്ങൾ, അതിനു പുറമെ പുതുതായി ലഭിക്കുന്ന ഡെപ്യൂട്ടേഷൻ, അതിനുള്ള ഹെഫ്റ്റി ആയിട്ടുള്ള റെമ്യൂണറേഷൻ, ഇതെല്ലാം കൂടി ഒരാൾക്ക് സർക്കാർ കൊടുക്കുക എന്ന് പറയുന്നത് അത് തെറ്റല്ലേ? സർക്കാരിൽ ശരിക്കും പറഞ്ഞാൽ സർക്കാർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലേ മാന്യമായ പെൻഷൻ കിട്ടുന്നുണ്ട്. അവസാനം ഇരുന്ന ശമ്പളത്തിന്റെ പകുതി പെൻഷൻ കിട്ടുകയാണ്. ആ ശമ്പളം ഇത് കിട്ടുമ്പം അയാൾ സൗജന്യമായിട്ടാണ് സർക്കാരിന് സേവനം നടത്തുന്നത്. കറക്റ്റ്. ഒരാള്, എനിക്കതാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ആരായാലും IAS കാരനായാലും പിയൂണായാലും രണ്ടാമത് ജോലി കയറുന്നെങ്കിൽ ആ ജോലിയിൽ ചെയ്യാനുള്ള താല്പര്യം കൊണ്ട് കയറുക. എനിക്ക് കുറച്ച് നാളും കൂടെ പ്രവർത്തിക്കണമെന്നുണ്ട്, സർക്കാർ എനിക്ക് പകുതി ശമ്പളം പെൻഷനായിട്ട് തരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് നാളും കൂടെ സേവിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യവും മനസ്സും നിലനിർത്താൻ വേണ്ടി ഞാൻ കുറച്ച് നാളും കൂടെ സർക്കാരിനെ സേവിക്കാൻ, അങ്ങനെ ഒരു പൂൾ ഉണ്ടാക്കട്ടെ സർക്കാർ. ഇങ്ങനെ പെൻഷൻ തുക കൊണ്ട് മാത്രം, അല്ലെങ്കിൽ അതിന് പോയി വരാനുള്ള ഒരു TADയും കൂടെ കൊടുക്കാം, വീട്ടിൽ നിന്ന് പോകുന്നതിന് ഒരു TADയും കൂടെ കൊടുക്കാം. അങ്ങനെ വില്ലിങ് ആയിട്ടുള്ളവരുടെ ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ളവർ, ചിലരുടെ സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അവരുടെ ഒരു പൂൾ ഉണ്ടാക്കട്ടെ. ആ എക്സ്പെർട്ടൻസി എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൂൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ആളിനെ നിയോഗിക്കട്ടെ. അതിന് പകരം 4 കോടി രൂപ പെൻഷൻ ശമ്പളം കിട്ടുന്ന ഒരു ഉദ്യോഗസ്ഥൻ കിഫ്ബിയുടെ തലപ്പത്തും മറ്റ് സ്ഥലങ്ങളിലും വരുന്നു എന്ന് പറയുമ്പോൾ ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്യുന്ന ആളുടെ പെൻഷൻ കേട്ടാൽ ലിയോ ഇപ്പം മറിഞ്ഞ് താഴെ വീഴും. ആ ഉദ്യോഗസ്ഥനാണ് പിന്നെ അതിന് അഡീഷണൽ വന്ന് 4 കോടി രൂപ, പിന്നെ 4 ലക്ഷം രൂപ പെൻഷൻ വാങ്ങിക്കുന്ന ഒരു മാസം. അത് അത്യാഗ്രഹമാണ്. പക്ഷേ ഒന്നുകൂടി, അത് അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കൊടുക്കുന്നവനെയും കുറ്റം പറയണം. തീർച്ചയായിട്ടും അവരെ ഇത്തരത്തിൽ ഒരു സ്ഥാനത്തേക്ക് നിയമിക്കണം എന്നുണ്ടെങ്കിൽ ഈ നിയമിക്കുന്നവന് എന്തോ കള്ള ലക്ഷ്യമുണ്ട് എന്ന് നമുക്ക് സ്വാഭാവികമായും സംശയിക്കാം.
തീർച്ചയായിട്ടും. അത് വലിയ വഞ്ചനയാണ്, കൊള്ളയാണ്. അത് രാഷ്ട്രീയ നേതാക്കൾ ചെയ്താൽ ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ റിട്ടയർ ചെയ്ത് പോയിട്ടും ആർത്തി തീരാത്ത ചില പണ്ടാരങ്ങളുണ്ട്. റിട്ടയർ ചെയ്ത് സർവീസിലിരുന്ന സമയത്ത് ആവശ്യത്തിന് വിഴുങ്ങിയതിന് ശേഷം ഇനി റിട്ടയർ ചെയ്താൽ വിഴുങ്ങാൻ പറ്റില്ലല്ലോ, ഇനിയും മരണത്തിന് കുറച്ച് നാളും കൂടെ ബാക്കിയുണ്ടല്ലോ, അത്രയും നാളും കൂടെ നാണവും മാനവും ഇല്ലാത്ത കുറെ പേര് അവരെ തിരിച്ചു കൊണ്ടുവരുന്ന പരിപാടി അവസാനിപ്പിക്കുക. അതുപോലെ തന്നെ IAS മികവുള്ളവരുണ്ട്, അവരെ പ്രോത്സാഹിപ്പിക്കണം. എനിക്ക് ഒരു അഭിപ്രായം IAS എന്നല്ല, ടോപ്പ് ടു ബോട്ടം കേരള സംസ്ഥാന സർവീസിൽ ഇന്ന് വന്നിരിക്കുന്നത് മികവിന്, കഴിവിന് യാതൊരു വിലയും ഇല്ലാതായിരിക്കും. അതിൽ ഡോക്ടർ അശോകനായാലും N പ്രശാന്ത് IASനായാലും മാറ്റി നിർത്തിയത് അവർ ഡോക്ടർ ഹാരിസ് സത്യസന്ധമായി ജോലി ചെയ്യുന്നത് നിൽക്കുന്നില്ല. ഡോക്ടർ ഹാരിസ്, അതെ. അതുപോലെ തന്നെ നല്ല പിയൂണ്, നല്ല ക്ലർക്ക്, ഇവരെ എല്ലാവരെയും മൂലയ്ക്ക് ഒതുക്കുകയാണ് ചെയ്യുന്നത്. നല്ല പോലീസ് ഉദ്യോഗസ്ഥരെയും അവരെ ഒതുക്കുക, പ്രൊമോഷൻ കൊടുക്കാതിരിക്കുക. നിങ്ങൾ ഇന്ന് നോക്കിയോ, ഏറ്റവും നല്ല പോലീസ് ഉദ്യോഗസ്ഥർ മിക്കവാറും ജയിൽ, പിന്നെ DGP മുതൽ പല സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതാണ്, താഴെ വാർഡൻ വരെ. അതെ. അതും അല്ലെങ്കിൽ വിജിലൻസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെല്ലിലോ എന്നും പറഞ്ഞ് അവരെ തട്ടിയിരിക്കുന്നതാണ്. ആ അവസ്ഥ മാറണം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സർക്കാർ ഡിപ്പാർട്ട്മെന്റിൽ അവരിയ്ക്കുന്നതാണ്, തൊപ്പിയില്ലാത്ത സർക്കാർ ഡിപ്പാർട്ട്മെന്റിൽ. അതായത് ഒരു വിഭാഗത്തിന്റെ അത്യാഗ്രഹം, നിക്ഷിപ്ത താല്പര്യം, അതുകൊണ്ട് സത്യസന്ധരായ ഉദ്യോഗസ്ഥർ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നത് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അത് ഉണ്ടാക്കാൻ VD സതീശന് സാധിച്ചാൽ അത് ഗംഭീരമായിരിക്കും. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, പോലീസ് ഫോഴ്സിലെ രാഷ്ട്രീയം, ട്രേഡ് യൂണിയനിസം അവസാനിപ്പിക്കണം. ഇത് കേന്ദ്ര ഗവൺമെന്റ് സർക്കാർ നിർദ്ദേശമുണ്ട്. ഈ ചുമട്ടുതൊഴിലാളി നിയമത്തിന് പറഞ്ഞിട്ടുണ്ട്, അതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ വിധിയുണ്ട്, നിങ്ങൾ അങ്ങോട്ട് ചെന്ന് സേവനം ആവശ്യപ്പെടരുത്. വേറെ അവരുടെ നിങ്ങൾ ഡോക്ടറെ, ഞാൻ നിന്റെ വയറ് കയറുമെന്ന് പറഞ്ഞ് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ തന്റെ വീട് വെച്ച് തരുമെന്ന് ഒരു എഞ്ചിനീയർ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇല്ലെങ്കിൽ മുണ്ട് മടക്കി കുത്തി നിൽക്കുക മുറ്റത്ത്, അല്ലെങ്കിൽ മുടി വെട്ടുന്ന ആള് തന്റെ മുടി ഞാനേ വെട്ടുള്ളൂ, ഈ നാട്ടിലുള്ള ആള് ഞാനാണ്, എനിക്ക് സിറ്റിയിൽ പോയി വെട്ടാൻ നോക്കൂല, ഇവിടെ ഇരി അവിടെ, ഞാൻ വെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് മുടി വെട്ടാൻ വന്നാൽ, ഷേവ് ചെയ്യാൻ വന്നാൽ, ഇരിയുടെ അവിടെ എന്ന് പറഞ്ഞിട്ട് തെറിയും കൂടെ പറഞ്ഞു വെച്ചിരുന്ന, ഇതിന് ലേബർ ഡിപ്പാർട്ട്മെന്റ് ഒരു ഇതും കൊടുത്തിട്ടുണ്ടെങ്കിൽ, സമ്മതിയും കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതാണ് ഇന്നത്തെ ചുമട്ടുതൊഴിലാളി നിയമം. ഈ നിയമം മാറണം. സുപ്രീം കോടതി അതാ പറഞ്ഞത്, നിങ്ങൾ അങ്ങോട്ട് ചെന്ന് സേവനം ആവശ്യപ്പെടണം, അല്ലാതെ അവന്റെ കൊങ്ങയ്ക്ക് പിടിച്ച് നിങ്ങൾ സേവനം കൊടുക്കണ്ട. അത് ലോകത്തൊരിടത്തും ഇല്ല. കൊങ്ങയ്ക്ക് പിടിച്ച് സേവനം വാങ്ങിക്കുന്ന ഏക തൊഴിൽ കേരളത്തിലെ ചുമട്ടുതൊഴിലാളി മാത്രമാണ്. അതെ. അത് അവസാനിപ്പിക്കാൻ VD സതീശന് കഴിയുമോ? ഈ ചുമട്ടുതൊഴിലാളി യൂണിയൻ നേതാക്കൾ പാവപ്പെട്ടവരെ പോലും പിഴിയുന്നു എന്നുള്ളതാണ്. അവിടെ ആരാണോ എന്നൊന്നും ഇല്ല. ഇവൻ ചില സഖാക്കൾ പോലും വിഷമിച്ചിട്ടുണ്ട്. പിന്നെ അവര് വിഷമിക്കണം എന്ന് ചിലപ്പോഴൊക്കെ ചിലർ പറയാറുണ്ട്, ഈ അനുഭവിച്ചവർ. പിന്നെ അവർ പറയും, എടാ ഞാൻ സഖാവാണ് കേട്ടോ, നീ വിചാരിക്കുന്ന പോലെയല്ല, ഞാൻ ഒരു മുറ്റിയ സഖാവാണ്, ഞാൻ പണ്ട് ഇന്നടത്തിരുന്ന ആളാണ്, അല്ലെങ്കിൽ ഇന്ന പാർട്ടിയിലുണ്ടായിരുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് കൺസെഷൻ വാങ്ങിക്കാറുണ്ട്. അതായത് 5000 എന്നുള്ളത് 4000 ആയി കൊടുക്കും, അതിൽ കൂടുതലൊന്നും അവർ കുറച്ച് കൊടുക്കാറില്ല, അവർ പഠിച്ചുപോയി. ഇന്ന് കേരളം മുഴുവൻ ഇങ്ങനത്തെ ഒരു ലോബി, പിടിച്ചുപറിക്കാരൻ്റെ ഒരു ലോബി നിൽക്കുന്നു. അതുപോലെ തന്നെയാണ് പോലീസിൽ ഇന്ന് ഈ രാഷ്ട്രീയം വന്നിട്ടേ നല്ല ഉദ്യോഗസ്ഥന് നിൽക്കാൻ നിവൃത്തിയില്ല. ഒരു DYSP പറയായിരുന്നേ, അദ്ദേഹം ഒരു പോലീസുകാരൻ കയറി വന്നു. അപ്പോൾ നിങ്ങൾ ഡ്യൂട്ടിയിലാണോ? ഡ്യൂട്ടിയിലാണ് സാർ. പിന്നെന്താ യൂണിഫോം ധരിക്കാത്തത്? ഞാൻ യൂണിഫോം ധരിക്കുന്നില്ല സാർ, ഞാൻ യൂണിയൻ്റെ ഒരു ആവശ്യത്തിന് വന്നതാണ്. സല്യൂട്ടും ചെയ്തില്ല, യൂണിഫോം ധരിച്ചിട്ടില്ല. ഇയാൾ ഞാൻ 24 മണിക്കൂറിനകം നിന്നെ ഞാൻ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞു. ഇയാൾ പോയി യൂണിയൻ്റെ ബലം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ ഉദ്യോഗസ്ഥനെ 24 മണിക്കൂറിന് മുമ്പ് ട്രാൻസ്ഫർ ചെയ്യും. ട്രാൻസ്ഫർ ചെയ്യുന്ന DYSP കാസർഗോട്ട്, യഥാർത്ഥ കുറ്റക്കാരൻ സല്യൂട്ട് അടിക്കാതെ, യൂണിഫോം ഇടാതെ സർവീസിനകത്ത്. അതെ. ഇതാണ് ഇന്നത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മാറണം. ജനങ്ങളെ സ്നേഹിക്കുന്ന ഓരോ 3 പേര് മതി, DGP, ജില്ലാ പോലീസ് സൂപ്രണ്ട്, SHO. ഈ 3 പേര് നന്നായാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നന്നാവും. ഈ 3 പേര് ജനസേവകരാണെന്ന് ഉറപ്പാക്കുക എന്നുള്ളത് VD സതീശന്റെ ബാധ്യതയാണ്. എങ്കിലേ ജനങ്ങൾക്ക് സേവനം ലഭിക്കുകയുള്ളൂ. അതെ. അതുപോലെ തന്നെ ഈ സർക്കാർ ഇപ്പോൾ പലപ്പോഴും കടമെടുത്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട്. എന്തിനു വേണ്ടിയായിരിക്കണം കടമെടുക്കുക എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതുപോലെ തന്നെ സർക്കാർ തീരുമാനിക്കണം, ഞങ്ങൾ ദൂരത്തിന് വേണ്ടി കടമെടുക്കില്ല. ഇതിപ്പോ ഇവിടെ കടം വീട്ടാൻ കടമെടുക്കുന്നു, അതെ, ആ കടത്തിന്റെ പലിശ കൊടുക്കാൻ കടം മേടിക്കുന്നു, പലിശയ്ക്ക് മേൽ പലിശ കൊടുക്കാൻ കടം മേടിക്കുന്നു. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. അപ്പൊ GDP-യുടെ 38% ഇപ്പൊ നമ്മള് കടത്തിൽ നിൽക്കുകയാണ്, അതുപോലെ പലിശയിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് കിഫ്ബിയുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളതും ഒരു വിഷയമായിട്ട് നിൽക്കുന്നില്ലേ? കിഫ്ബി അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യേണ്ടതുണ്ട്. കിഫ്ബി അത്യാവശ്യമായ ചില കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ടൊന്ന് റീമോഡൽ ചെയ്താൽ
കിഫ്ബി ഇരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതും നമ്മുടെ ബജറ്റും ഒക്കെ തമ്മിൽ ബന്ധം വേണം. ബന്ധം ഇത് കണക്കിന് പുറത്തുള്ള ഒരു വരവായി ചെലവായി അത് വരരുത്. അതെ 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 200 കോടി രൂപ പിന്നെ പരസ്യത്തിനായിട്ട് ഈ സർക്കാർ ചെലവഴിച്ചു എന്നാ പറയുന്നത്, കിഫ്ബിയുടെ പണം എടുത്ത്. അങ്ങനെ ചെലവഴിക്കാനുള്ള പഴുതുകൾ കണ്ടെത്തുന്ന ഒരു ഉപാധിയായിട്ട്, അല്ലെങ്കിൽ മന്ത്രിമാർക്ക് തോന്നിയാസം കാണിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് കിഫ്ബി മാറരുത്, അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്ക് തോന്നിയാസം കാണിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് കിഫ്ബി മാറരുത്. ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ ഒരു മനസ്സിൽ വന്ന കാര്യമാണ്, തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് 6 മാസം മുൻപ് എങ്കിലും ഈ ഭരണത്തിലിരിക്കുന്ന പാർട്ടികൾക്ക് സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ സർക്കാരുകളുടെ പരസ്യം നിരോധിക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അത്തരത്തിൽ സർക്കാരിൻ്റെ പരസ്യം, സർക്കാർ ഇത്തരത്തിൽ കോടികൾ ചെലവഴിച്ച് എന്തിനാ പരസ്യം ചെയ്യുന്നത്? ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഫ്ലക്സ് വെച്ചത് നമുക്കറിയാം എത്ര കോടിയാണെന്ന്. 600 എല്ലാ ചാനലുകൾക്കും കൊടുത്തു. അതെ, 200 കോടി ചാനലുകൾക്കെല്ലാം കൊടുത്ത പൈസയാണ്. അപ്പൊ ഈ പൈസ വെച്ചിട്ടാണ് ഇലക്ഷൻ ജയിക്കാമെന്ന് വിചാരിച്ചപ്പം ജനങ്ങൾ 102 സീറ്റ് ഈ മുന്നണിക്ക് കൊടുത്തത് അത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനാണ്. അത് ആവർത്തിക്കാതിരിക്കാൻ നോക്കണം. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഈ സർക്കാർ ഒരു വിജിലൻസ് കമ്മീഷനെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അതായത് പണ്ട് പറ്റിയ പോലെ തെറ്റുകളും അബദ്ധങ്ങളും കുറ്റങ്ങളും വരാതിരിക്കാൻ സർവീസിനകത്തും ഒക്കെ. എനിക്ക് പറയാനുള്ളത് അത് മാത്രമല്ല, എല്ലാ സർക്കാരിലും, ഈ സർക്കാർ മാത്രമല്ല എല്ലാ സർക്കാരുകളും കഴിഞ്ഞ 5 വർഷം നടത്തിയ ധൂർത്തുകൾ ഏതെങ്കിലും ഇവർ തന്നെ ഉന്നയിച്ചത് കാണും. ഇപ്പൊ വി.ഡി. സതീശൻ ഉന്നയിച്ച ഒരുപാട് ധൂർത്തുകളുണ്ട്. നിയമസഭാ റെക്കോർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ നിയമസഭയിൽ ഓരോ ദിവസവും വി.ഡി. സതീശൻ 100 കണക്കിന് പിന്നെ ഖജനാവ് തോരുന്ന വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവ എടുത്ത് വിജിലൻസ് എൻക്വയറി നടത്തേണ്ടതാണ്. ആ പണം എങ്ങനെ പോയി, ആ പണം മുടക്കി ചെയ്ത പദ്ധതി നടപ്പിലായിട്ടുണ്ടോ, 2 ലക്ഷം രൂപയുടെ കട്ടില് വാങ്ങിച്ചത് എങ്ങനെ, അതിപ്പോൾ 50,000 കുറഞ്ഞു, പക്ഷേ എങ്കിലും അതിലെ അഴിമതി എത്ര. ഇതുപോലെ റോഡ് പണിതതിൽ, ഡാം പണിതതിൽ, പാലം പണിതതിലൊക്കെ ഉണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കെതിരെ ഒരു കേസെടുത്തിട്ട് ഇതിൽ പദ്ധതി നടപ്പിലാക്കാതെ കാശടിച്ചവർ, പദ്ധതിക്ക് ഓവർ എമൗണ്ട് വെച്ച് കാശടിച്ചവർ, ഇവരുടെ സ്ഥാവര ജംഗമവസ്തുക്കൾ കണ്ടുപിടുത്തു എന്ന് പറഞ്ഞാൽ ഖജനാവ് തനിയെ നിറയും. 5 വർഷം വന്ന ധൂർത്തിന്റെ മുഴുവൻ കാരണക്കാരായ കോൺട്രാക്ടർമാരെങ്കിൽ അവര്, ഉദ്യോഗസ്ഥരെങ്കിൽ അവരുടെ കുറ്റം കണ്ടെത്തി പിൻ പോയിന്റ് ചെയ്ത് ഇന്നതാണ് കാരണമെന്ന് കണ്ടെത്തി അവർക്കെതിരെ കുറ്റപത്രം കൊടുത്തിട്ട് ഇവരുടെ സ്വത്ത് കണ്ടെത്താൻ സർക്കാർ തീരുമാനിച്ചാൽ ഇനി അഴിമതി നടക്കില്ല കേരളം. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇപ്പോഴും പണ്ടുമൊക്കെ തന്നെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെന്റ്. അതായത് ഞാൻ പ്രതിപക്ഷമാണ്, സാറ് ഭരണ നിർവഹിക്കുന്ന പാർട്ടി, ഇന്നലെ വരെയുള്ളത് പോട്ടെ. അതെ, അല്ല ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇലക്ഷൻ എടുക്കുമ്പോൾ ഞാൻ സാറിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കും. അതെ, ഇലക്ഷൻ കഴിഞ്ഞ് ഞാൻ ഭരണത്തിലേറി കഴിഞ്ഞാൽ അത് മെല്ലെ അങ്ങ് കണ്ണടയ്ക്കും. വീണ്ടും അടുത്ത ഇലക്ഷൻ വരെ കാത്തിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കാൻ. ജനങ്ങൾ മണ്ടന്മാരായി എന്നാണ് ഇവരൊക്കെ കരുതുന്നത്. പക്ഷെ ജനങ്ങളതൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഇത് ഈ ഒരു മോശം പ്രവണത തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് അവസാനിപ്പിക്കാൻ സതീശന് കഴിയുമോ? ഇതിപ്പോൾ അദ്ദേഹം ഒരു വിജിലൻസ് കമ്മീഷൻ ഉണ്ടാക്കുന്നുണ്ട്. ആ കമ്മീഷൻ ഇത് മുഴുവൻ സ്ക്രൂട്ടിനി ചെയ്യുമോ? എന്നിട്ട് കുറ്റക്കാരെ കണ്ടെത്തി അവരിൽ നിന്ന് ആ പണം ഖജനാവിലേക്ക് മുതൽക്കൂട്ടാക്കുമോ? അതുപോലെ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇപ്പം ഞാൻ പോലീസിന്റെ പറഞ്ഞില്ലേ, SHOയ്ക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ അയാൾ എത്ര കേസുകൾ കോടതിയിൽ ഭംഗിയായി പ്രസന്റ് ചെയ്തു എന്നുള്ളൊരു വിഷയമായിരിക്കണം. കാരണം ഒരു കൊലപാതകം നടന്നു. കൊലപാതകത്തിൽ എൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷിക്കേണ്ട ബാധ്യത പോലീസിനാണ്. ആ പോലീസ് എന്നെ കൊന്നവന് അനുകൂലമായി നിന്ന് 1-2 കോടി രൂപ വാങ്ങിക്കുന്ന സമ്പ്രദായമുണ്ട്. അതെ, തീർച്ചയായും. അതുപോലെ തന്നെ ഇത് എന്നിട്ട് അയാൾക്ക് ഈ കേസ് വിജയിപ്പിക്കാൻ കഴിയില്ല കോടതി കൊണ്ടുവന്ന്. അപ്പോൾ കുറ്റക്കാർക്കൊപ്പം നിന്നുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായ അനുഭവം പറയാം. അദ്ദേഹത്തിൻ്റെ ബന്ധു സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ സ്കൂട്ടറിനെ ഒരു കാർ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. അത് തിരുവനന്തപുരം നഗരത്തിലാണ്. തിരുവനന്തപുരം നഗരഹൃദയത്തിൽ കാർ ഇടിച്ച് തെറിപ്പിക്കുന്നു. അത് 7 മണി സമയത്താണ് സംഭവിക്കുന്നത്, 7-8 മണിക്കാണ് സംഭവിക്കുന്നത്. ഈ കാറ് ഇത്രയും ആധുനിക സാങ്കേതിക വിദ്യയുള്ള സമയത്ത് ഈ കാർ രക്ഷപ്പെടുകയാണ്. ഈ ഒരാളെ ഇടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച് കാർ കടന്നു കളയുകയാണ്. അതിനെ പിടിക്കുവാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഈ പോലീസ് പരാതിക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. CCTV ദൃശ്യം കിട്ടിയില്ല, അല്ലെങ്കിൽ കിട്ടിയതിൽ നമ്പർ വ്യക്തമല്ല. ഇത് ആരെ പറ്റിക്കാനാണെന്നാണ് എന്റെ മനസ്സിൽ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പോലീസിന് ഒരു കേസ് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പോലീസ് ഓഫീസറുടെ നെഗറ്റീവ് മാർക്കായിട്ട് അയാളുടെ പ്രൊമോഷനെ അത് ബാധിക്കുന്ന വിധത്തിലാക്കാൻ പണ്ട് ചെയ്തിരുന്നു. അയാൾ എത്ര കേസുകൾ കോടതിയിൽ കൊണ്ടുപോയി വിജയിപ്പിക്കുന്നു എന്നുള്ളത് പിന്നെ ഒരു SIയുടെ പ്രൊമോഷന്റെ ഒരു ബാധ്യതയായിരുന്നു. മറ്റ് ഉന്നത സ്ഥലങ്ങളിലും അതേപോലെ നോക്കിയിരുന്നു, ഡിസിപ്ലിനറി ആക്ഷനും ക്രിമിനൽ കുറ്റകൃത്യങ്ങളും ചെയ്യുന്നതും ഒക്കെ. ഇന്നതില്ല. എല്ലാവർക്കും പ്രൊമോഷൻ. ആ സമ്പ്രദായം മാറേണ്ടത് അത്യാവശ്യമാണ്.
ഇതുപോലെ തന്നെയാണ് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ. ഇപ്പം പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ എല്ലാം മാറ്റി ഇപ്പോൾ പുതിയത് നിയോഗിക്കുമ്പം ഒരു സർട്ടിഫിക്കറ്റ് ജില്ലാ ജഡ്ജിയുടെ നിന്ന് വാങ്ങിക്കണം. ഇയാൾ ഇവിടെ മാന്യമായി കേസ് നടത്തുന്ന ഒരുത്തനാണ്, അതെ, എന്നെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഇപ്പം വാങ്ങിക്കാറുണ്ട്. കളക്ടറുടെ സർട്ടിഫിക്കറ്റ് ചുമ്മാ വഴിപാട് ഒരെണ്ണം വാങ്ങിക്കുക. അതിന് DGP പിന്നെ ഡിസ്ട്രിക്ട് ഗവൺമെന്റ് പ്ലീഡർക്കൊക്കെ ഉള്ളതെന്നായിരിക്കും, താഴോട്ട് ഇല്ലെന്ന് തോന്നുന്നു. അത് അല്ലാതെ ഗവൺമെന്റ് പ്ലീഡർ ആണെങ്കിൽ പോലും ഇയാൾ ഈ കോടതിയിൽ അല്ലെങ്കിൽ കേരളത്തിലെ കോടതികളിൽ ഇത്ര കേസുകൾ ഇന്ന വിഷയത്തിൽ നടത്തി മികവ് കാണിച്ചിട്ടുള്ള ഒരാളാണ്. വിജയിക്കണമെന്നില്ല, എല്ലാ കേസും വിജയിക്കണമെന്നൊന്നുമില്ല, പക്ഷെ ഇത്ര കേസുകൾ ഇയാൾ നടത്തിയിട്ടുണ്ട്. ഇയാൾ 1000 കേസ് നടത്തിയ ആളാണ്, അല്ലെങ്കിൽ 2000 കേസ് നടത്തിയാണ്. ആ കേസിൽ ഇയാൾ വാദിയോ പ്രതിയോ ആയതോ ആയിട്ട് വാദിച്ചാലും അയാളുടെ മികവ് ഉണ്ടായിരുന്നു എന്നൊരു ജില്ലാ ജഡ്ജിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളവരെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആക്കാവൂ എന്ന് വന്നാൽ ഒരുപാട് മാറ്റം വരും. ഗവൺമെന്റിന് പിന്നെ 5 ലക്ഷം മുടക്കി അല്ലെങ്കിൽ 5 കോടി മുടക്കി കപിൽ സിബലിനെ ഇവിടെ വരുത്തേണ്ട കാര്യമില്ല. അതാണ് ഞാൻ പറയാൻ വന്നത്. അതായത് പാർട്ടിയുടെ കുറ്റവാളികളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഖജനാവിലെ പണം മുടക്കി ഉന്നത അഭിഭാഷകരെ നിയോഗിക്കുന്ന സമ്പ്രദായം നിർത്തണം. അതിന് എതിരഭിപ്രായം ഉയർത്തുവാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ടാകണം. ഓക്കെ, ജനങ്ങൾക്ക് അവകാശമുണ്ട്, പക്ഷെ അതൊന്നും വെള്ളത്തിൽ വരച്ച വര പോലെയാണ്, ഗൗനിക്കില്ല. അതുപോലെ തന്നെ അടിച്ചമർത്തുകയും ചെയ്യും. മറ്റൊരു കാര്യം, ശിക്ഷിക്കപ്പെടുന്ന കുറ്റവാളികൾക്ക് ഇങ്ങനെ വാരിക്കോരി, അതായത് ഈ കുറ്റവാളി ഭരിക്കുന്നവന്റെ പാർട്ടി അംഗമാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭരിക്കുന്നവന്റെ ഇംഗിതത്തിന് വേണ്ടിയാണ് ആ കുറ്റം ചെയ്തത് എന്നുണ്ടെങ്കിൽ അവർക്ക് വാരിക്കോരി പരോൾ ലഭിക്കുന്ന ഒരു കീഴ്വഴക്കം ഇവിടെ സൃഷ്ടിക്കും. പരോൾ ലഭിക്കരുത്, ജയിലുകൾ 3 സ്റ്റാർ ഹോട്ടലുകളായി മാറരുത്, അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലുകളായി മാറരുത്, അവിടെ ബാറും കഞ്ചാവും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നതാകരുത്, അവർക്ക് ബോണസും ബാറ്റയും കൊടുത്ത് സംരക്ഷിക്കുന്നതാവരുത്, ജയിലിനകത്ത് എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് കുറച്ച് പണവുമായിട്ട് വീട്ടിൽ പോകാമെന്നുള്ള അവസ്ഥ ഒരിക്കലും ഭൂഷണമല്ല. തീർച്ചയായിട്ടും അത് കാരണം കേരളത്തിൽ TP ചന്ദ്രശേഖരനെ തുണ്ടമായി വെട്ടിനുറുക്കിയവർക്ക് ആവോളം കിട്ടി പരോൾ. അവർ പലരും എത്രയോ തവണ ജയിലിൽ കിടന്നതിനേക്കാൾ കൂടുതൽ പരോൾ ലഭിച്ചു പുറത്തായിരുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവം നമ്മുടെ നാടിനെ നടുക്കിയ കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പിണറായി വിജയൻ കഴിഞ്ഞ 5 വർഷം ചെയ്തത് എന്തോ അതിന്റെ തലതിരിച്ചുള്ള കാര്യം ചെയ്താൽ തന്നെ VD സതീശന് വളരെ ഗുണം കിട്ടും. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ജെൻസികൾ വളരെ സ്ട്രോങ് ആയിട്ട് ഈ VD സതീശന് വോട്ട് ചെയ്തിട്ടുണ്ട്, ഈ UDFന് വോട്ട് ചെയ്തിട്ടുണ്ട്. ആ വോട്ടിന് ഒരു നന്ദി കാണിക്കാൻ ഇപ്പം അദ്ദേഹം ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞു, KSRTCയിൽ വനിതകൾക്കുള്ള സൗജന്യം ഇപ്പം നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മുടെ ഇപ്പം മിക്കവാറും ആദ്യത്തെ മന്ത്രിസഭ തന്നെ തീരുമാനം എടുക്കാനുള്ളതാണ് നമ്മുടെ സത്യാഗ്രഹം കിടന്ന ആശാ വർക്കർമാർക്കുള്ള പിന്നെ ഓണറേറിയം കൂട്ടി കൊടുക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ നല്ലത്. അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടെ ചെയ്താൽ കൊള്ളാം, ഈ ജെൻസികൾ PSC നിയമനം, വളരെ സർക്കാർ ഓഫീസിൽ ജോലി കിട്ടണമെങ്കിൽ ഒന്നുകിൽ PSC വഴി അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് വഴി, അതായത് ആരെ തിരികെ കയറ്റുന്നെങ്കിലും അത് ഒന്നുകിൽ PSC വഴി ആയിരിക്കണം അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് വഴി ആയിരിക്കണം. ഈ ഒരു ചട്ടക്കൂട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷത്തിൽ ഒരു 30 ദിവസത്തിൽ കൂടുതൽ ഒരാളെ ഒരു സർക്കാർ ഓഫീസിൽ നിയമിക്കുന്നെങ്കിൽ അത് ഒന്നുകിൽ PSC വഴി അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് വഴി. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ പെട്ടവരെ ഇങ്ങനെ വിടരുത്. റാങ്ക് ലിസ്റ്റുകൾ ഏകദേശം ഒരു ക്ലിപ്തതയ്ക്ക് അനുസരിച്ചായിരിക്കണം പിന്നെ പ്രഖ്യാപിക്കുന്നത്. അതല്ലെങ്കിൽ അതിന്റെ ഒരു 3-1 കൂടുതലായിക്കോട്ടെ. അതിൽ ഒരു 3-2 പേരെങ്കിലും എടുക്കാൻ ഉള്ള, അതായത് റാങ്ക് ലിസ്റ്റിൽ വരുന്ന ഒരു 3-2 പേരെ കാണിക്കണം, ഒരു മനുഷ്യത്വം കാണിക്കണം. കാരണം ഇത് ഒരുത്തന്നെ 5 വർഷം വരെയൊക്കെ കിടന്ന് തപസ് ചെയ്താണ് ഒരു ലിസ്റ്റിൽ കടന്നുകൂടുന്നത്. എന്നിട്ട് അപ്പോൾ 25 വയസ്സുള്ള ഒരാളിന് 30 വയസ്സായിരിക്കും. പിന്നെ അയാളുടെ ഭാവി പോവുകയാണ്. അതാണ് ഈ പാവങ്ങൾ വന്ന് മുട്ടിൽ നിൽക്കുകയും പരലുപ്പ് കാലി കുത്തിക്കയറി നിന്ന് തപസ് ശയന പ്രദർശനം നടത്തുന്നു, തലയിട്ടടിക്കുന്നു, മണ്ണ് തിന്നുന്നു. ആശാ വർക്കർമാർ മുട്ടയടിച്ചിട്ട് പ്രാകുന്നു. ആ പ്രാക്ക് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു പിണറായി വിജയൻ ചുമ്മാതല്ല തോറ്റുപോയത്. ഒരു സ്ത്രീ നെഞ്ചത്തടിച്ച് പ്രാകാണ്, ഇയാൾ മുടിഞ്ഞു പോണേ, ഒരു കാലത്തും തിരിച്ചു വരരുതെന്ന്. അതുപോലെ പ്രാകുന്ന അവസ്ഥ ജെൻസികളിലും വൃദ്ധരിലും ഒരുത്തരിലും ഉണ്ടാക്കരുത് എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഓക്കെ, എന്തായാലും രാഷ്ട്രീയവും സാമുദായികം സാമൂഹ്യം എന്നീ വിഷയങ്ങളിൽ നമുക്ക് മറ്റൊരു എപ്പിസോഡ് കൂടി ഉണ്ടാകും. ഇതിൻ്റെ തുടർച്ച എന്നോണം ഇന്ന് ഭരണം, നയം, നീതിന്യായം എന്നീ കാര്യങ്ങളിൽ ഒരു ഏകദേശ ചിത്രം നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചു. അഡ്വക്കേറ്റ് വേണുഗോപാൽ MS പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, പിണറായി വിജയൻ ചെയ്ത തെറ്റുകൾ ആവർത്തിക്കരുത്, നീതിയുടെയും ന്യായത്തിൻ്റെയും വഴിയെ മുന്നോട്ട് പോവുക. VD സതീശന് അതിന് കഴിയട്ടെ. അതിലായിരിക്കണം അദ്ദേഹം യഥാർത്ഥത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കേണ്ടത്, തൻ്റെ വാക്കുകൾ അന്വർത്ഥമാക്കേണ്ടത്.
തൻ്റെ നട്ടെല്ലിന് ഉറപ്പുണ്ട് എന്ന് തെളിയിക്കേണ്ടത്. അക്കാര്യത്തിൽ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നറിയുവാൻ കേരളം കാത്തിരിക്കുകയാണ്. അത് ഒരു പോസിറ്റീവ് ചലഞ്ചായി ഞങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചതിൽ. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.